രാത്രി മുതൽ പുലർച്ചെ വരെ ആട്ടവും പാട്ടുമായി ഉണർന്നിരുന്ന തലസ്ഥാനത്തെ മാനവീയം വീതിയിൽ ഇപ്പോൾ നടക്കുന്നത് വെട്ടും കുത്തും. ഇക്കഴിഞ്ഞ ദിവസം മാനവീയം വീതിയിൽ ഒരു യുവാവിന് വെട്ടേറ്റ വാർത്തകൾ പുറത്തുവരികയാണ്. റീൽസ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു തർക്കമുണ്ടായി. ഇതിന് പിന്നാലെ തിരുവനന്തപുരം ചെമ്പഴന്തി സ്വദേശി ധനു കൃഷ്ണന്റെ കഴുത്തിൽ വെട്ടേറ്റു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഈ ആക്രമണം നടത്തിയ ഷമീർ എന്ന യുവാവിനെയും ഒപ്പമുണ്ടായിരുന്ന പെൺകുട്ടിയും പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്ന വിവരങ്ങളും പുറത്തുവരികയാണ്. റീൽസ് എടുക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് മാനവീയം വീതിയിൽ ഇത്തരത്തിലൊരു ആക്രമണത്തിനിടയായതെന്നാണ് വിവരങ്ങൾ. പുലർച്ചെ 1:30യോടെയായിരുന്നു ഇത്തരമൊരു ആക്രമണം നടക്കുന്നത്. നേരത്തെ തന്നെ സംഘർഷങ്ങളെ തുടർന്ന് തലസ്ഥാനത്തെ മാനവീയം വീതിയിലെ നൈറ്റ് ലൈഫിൽ കർശന നിയന്ത്രണം തന്നെ പോലീസ് ഏർപ്പെടുത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് തുടർച്ചയായി ഇത്തരത്തിൽ സംഘർഷങ്ങളൊക്കെ നടക്കുന്നത്. വെള്ളിയാഴ്ച രാത്രിയോടെയാണ് സംഭവം നടക്കുന്നത്. മാനവീയം വീതിയിൽ വെച്ച പൂജപ്പുര സ്വദേശി ഷമീർ, അഖിൽ, ദീക്ഷിത എന്നിവർ ധനു കൃഷ്ണൻ, നിതിൻ, പൂജ എന്നിവരുമായി വഴക്കുണ്ടാക്കുകയായിരുന്നു. ഇതിനിടെ ഷമീർ കൈവശം വെച്ചിരുന്ന വെട്ടുകത്തി കൊണ്ട് ധനു കൃഷ്ണന്റെ കഴുത്തിൽ വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഷമീറിനെയും ദീക്ഷിതയും പോലീസ് കസ്റ്റഡിയിലെടുത്തെങ്കിലും ഇവർക്കൊപ്പമുണ്ടായിരുന്ന അഖിൽ ഓടി രക്ഷപ്പെട്ടു എന്നാണ് വിവരങ്ങൾ. അതേസമയം 1 മാസത്തിനിടെ മാനവീയം വീതിയിൽ നടക്കുന്ന 7ാമത്തെ സംഘർഷം കൂടിയാണത്. ഇക്കഴിഞ്ഞ ഏപ്രിൽ 6 നടന്ന സംഘർഷമായിരുന്നു ഏറ്റവും ഒടുവിലത്തേത്. പുലർച്ചെ കലാപരിപാടികൾ നടക്കുന്നതിനിടെയുണ്ടായ തർക്കമാണ് അടിയിൽ കലാശിച്ചത്. മദ്യപിച്ചെത്തിയ യുവാക്കളുടെ സംഘങ്ങൾ പരസ്പരം ഏറ്റുമുട്ടുകയായിരുന്നു. അതേസമയം തിരുവനന്തപുരത്തെ മാനവീയം വീതി ലൈറ്റ് നൈഫ് കേന്ദ്രമായി മാറ്റാൻ നഗരസഭയും സർക്കാരും ഒക്കെ ശ്രമിക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ അനിഷ്ട സംഭവങ്ങൾ തുടർച്ചയായി നടക്കുന്നത്. നമുക്കറിയാം, മാനവീയം വീതിയിൽ രാത്രി ലൈഫ് ആരംഭിച്ചതിന് പിന്നാലെ ഇവിടെ ചെറുതും വലുതുമായ സംഘർഷങ്ങൾ പലപ്പോഴുമായി നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പോലീസും പറയുന്നത്. ഇതുകൂടാതെ ഇവിടെ പരിപാടികൾക്കായി ഉപയോഗിക്കുന്ന ഉച്ചഭാഷിണികളും വാദ്യ ഉപകരണങ്ങളും രാത്രി 10 മണിവരെ മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നും പോലീസ് കർശന നിർദ്ദേശം ഇറക്കിയിട്ടുണ്ട്. രാത്രി 12 മണി കഴിഞ്ഞാൽ ആളുകൾ മാനവീയം വീതി വിട്ട് പോകണമെന്നും പോലീസ് മുൻപ് തന്നെ നിർദ്ദേശം വെച്ചിരുന്നു. ഇതോടൊപ്പം തന്നെ ഇവിടെ പോലീസിന്റെ സാന്നിധ്യം ശക്തമാക്കുകയും ചെയ്തിരുന്നു. മാനവീയം വീതിയിലെ നൈറ്റ് ലൈഫിന് സമയപരിധിയും രജിസ്ട്രേഷനും അടക്കമുള്ള നിയന്ത്രണങ്ങൾ വേണമെന്ന് മ്യൂസിയം പോലീസ് ഇതിനു മുമ്പ് തന്നെ സിറ്റി പോലീസ് കമ്മീഷണറോടക്കം ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം ഇക്കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ടാണ് ഇത്തരത്തിൽ തലസ്ഥാനത്തെ നൈറ്റ് ലൈഫ് ആസ്വദിക്കാൻ എത്തുന്ന സംഘം മാനവീയം വീതിയിലെ വൈദ്യുതി വിളക്കുകളും ടൈലുകളും ഒക്കെ അടിച്ചു തകർത്ത ഒരു സംഭവം നടന്നത്. കുടുംബത്തോടൊപ്പം നൈറ്റ് ലൈഫ് ആഘോഷിക്കാമെന്ന പേരിലാണ് കോടികൾ ചിലവഴിച്ച് മാനവീയം വീതി പുതുക്കി പണിത്. എന്നാൽ ഇതിന് പിന്നാലെ ഇവിടെ നടക്കുന്നത് വൻ അക്രമങ്ങളാണ്. നൈറ്റ് ലൈഫിന്റെ മറവിൽ പാട്ടും ഡാൻസുമായി എത്തിയ സംഘം മാനവീയം വീതി നശിപ്പിച്ചു എന്നതാണ് സൂചനകൾ. കലാപ്രദർശനത്തിനുള്ള ബോർഡ്, പാകിയിരിക്കുന്ന ഉരുളൻ കല്ലുകൾ, വെറിയർ ലൈറ്റ്, ചെടികൾ എന്നിവയാണ് നശിപ്പിച്ചത്. മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് ആണ് ഈ റോഡ് തുറന്നു കൊടുത്തത്. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ സംഘർഷങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതേസമയം പോലീസ് ആസ്ഥാനത്ത് നിന്ന് വിളിപ്പാട് അകലെയാണ് ഈ മാനവീയം വീതി. മാത്രമല്ല, മ്യൂസിയം സ്റ്റേഷന്റെ തൊട്ടടുത്താണ്. ഇതുകൂടാതെ പോലീസ് എയ്ഡ് പോസ്റ്റ് അടക്കമുള്ളിടത്ത് തന്നെയാണ് ഇത്തരത്തിൽ ആക്രമണങ്ങളൊക്കെ നടക്കുന്നത്. ഇതിനു മുമ്പ് തന്നെ മാനവീയം വീതി കാണാനെത്തിയ ഒരു കുടുംബത്തെ ആക്രമിച്ച വാർത്തകളും പുറത്തു വന്നിരുന്നു. അന്ന് സ്ത്രീകൾക്കുൾപ്പെടെയാണ് പരിക്കേറ്റത്. പോലീസിന്റെ മുന്നിൽ വെച്ച് പോലും ആക്രമണം നടന്നിരുന്നു. ഇതിന് പിന്നാലെ പോലീസ് ഇവിടെ എയ്ഡ് പോസ്റ്റ് ഒക്കെ സ്ഥാപിച്ചു. അതേസമയം ഏറെക്കാലമായി മാനവീയം വീതിയിൽ കലാകാരന്മാർ ചമഞ്ഞ ലഹരി സാമൂഹ്യ വിരുദ്ധ സംഘവും തമ്പടിക്കുകയാണ്. ഇവരിൽ നിന്നും നിരവധി തവണ മയക്കുമരുന്നുകളും മറ്റ് ലഹരി വസ്തുക്കളും ഒക്കെ പിടിച്ചെടുത്തിരുന്നു. ലഹരി സംഘത്തിന്റെ മുഖ്യ വ്യാപാര കേന്ദ്രമായി മാനവീയം വീതിയെ മാറ്റിയിട്ടും പോലീസ് ആകട്ടെ കർശന നടപടിയൊന്നും എടുക്കുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇതോടെ മാനവീയം വീതിയിൽ നിന്നും കുടുംബങ്ങളൊക്കെ അകന്നിരിക്കുകയാണ്. ഇപ്പോൾ മാനവീയം വീതി പുതുക്കി പണിതതോടെ നിരവധി പേർ രാത്രി സമയം ചിലവഴിക്കാനേ മാനവീയം വീതിയിലെത്തുന്നു. എന്നാൽ ഇപ്പോഴും അക്രമി സംഘങ്ങൾ തമ്പടിച്ചതോടെ വീണ്ടും മാനവീയം വീതി പേടി സ്വപ്നമായി മാറുന്നു. സാമൂഹ്യ വിരുദ്ധ ശല്യമെല്ലാം തന്നെ കൂടിയത് കാരണം ഇപ്പോൾ കുടുംബത്തോടെ അവിടെ ചെലവഴിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് മാറുന്നത്.